കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് ബുൾഡോസർ രാജ്. മതന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് അവർ ക്രിമിനലുകളാണെന്ന് ചൂണ്ടിക്കാട്ടി ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്ന രീതിയാണ് ബുൾഡോസർ രാജ്. ഇതിനെ എക്കാലത്തും തുറന്നെതിർത്ത വ്യക്തിയാണ് ജസ്റ്റിസ് RS ഗവായ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കസേരയിൽ ഇരുന്നപ്പോഴും സ്ഥാനമൊഴിഞ്ഞപ്പോഴും ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് ഗവായ്. ഒരു കേസ് കോടതിയിൽ തീർപ്പാകുന്നതിന് മുൻപ് ഭരണകൂടം തന്നെ വിധി നടപ്പാക്കുന്നത് ഭരണകൂടത്തിന്റെ അതിരുകടന്ന ഇടപെടലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബുൾഡോസർ നടപടികൾ ഭീകരമായ ഭരണകൂട അതിക്രമമാണെന്നും നീതിന്യായ വ്യവസ്ഥയുടെ ഉത്തരവാദിത്വം ഭരണകൂടം ഏറ്റെടുക്കാൻ ശ്രമിക്കരുതെന്നും ജസ്റ്റിസ് ഓർമ്മിപ്പിച്ചു. വാർത്താ ഏജൻസിയായ ANIക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജസ്റ്റിസ് ഗവായ് നിലപാട് വ്യക്തമാക്കിയത്. ഇത്തരം നിയമവിരുദ്ധമായ നടപടികൾ ഭരണഘടന ഉറപ്പു നൽകുന്ന നീതിക്കും നിയമവാഴ്ചയ്ക്കും എതിരാണ്. അന്യായമായി വീടുകൾ തകർക്കപ്പെടുന്ന നിരപരാധികളായ കുടുംബങ്ങളുടെ കുറ്റം എന്താണ് എന്ന് ചോദിച്ച ഗവായ്, ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ നടപടി നേരിടുന്നവരുടെ കുടുംബങ്ങൾ ചെയ്ത കുറ്റം എന്താണ് എന്ന് ഭരണകൂടം വ്യക്തമാക്കണമെന്നും പറയുന്നുണ്ട്. അവരുടെ വീട് തകർക്കാൻ എന്ത് അവകാശമാണ് ഭരണകൂടത്തിനുള്ളതെന്നും ഗവായ് ചോദിക്കുന്നുണ്ട്. ഇത്തരം നടപടികളിലൂടെ ഭരണകൂടം ജഡ്ജിയുടെ പണിയാണ് എടുക്കുന്നത്. ഒരു കെട്ടിടം നിയമപരമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ അവർക്ക് അധികാരമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഏതെങ്കിലും കെട്ടിടം തകർക്കപ്പെടുകയാണെങ്കിൽ ആ വീടുകൾ സർക്കാർ ചെലവിൽ പുനർനിർമ്മിക്കണമെന്നും ജസ്റ്റിസ് ഗവായ് ആവശ്യപ്പെട്ടു. ബുൾഡോസർ രാജിന്റെ ഇരകൾക്ക് സർക്കാർ തന്നെ വീട് പുനർനിർമ്മിച്ചു നൽകണം. ഇത്തരം നിയമവിരുദ്ധ നടപടികൾക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരിൽ നിന്ന് പുനർനിർമ്മാണ ചെലവ് ഈടാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നീതിന്യായ വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളിൽ കാര്യനിർവഹണ വിഭാഗം ഇടപെടുന്നത് ഭരണഘടനാപരമായ സന്തുലിതാവസ്ഥയെ തകർക്കുമെന്നും മുൻ ചീഫ് ജസ്റ്റിസ് മുന്നറിയിപ്പ് നൽകുമ്പോൾ ലക്ഷ്യം BJPയും മോദി സർക്കാരുമാണ്. ജുഡീഷ്യറിയുടെ അധികാരം സർക്കാർ കൈക്കലാക്കാൻ ശ്രമിക്കരുത്. ഭരണകൂടം അവരുടെ പരിധിയിൽ ഒതുങ്ങി നിൽക്കണമെന്ന മുന്നറിയിപ്പും ജസ്റ്റിസ് ഗവായ് പറഞ്ഞു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രി മോദിയുടെയും ബുൾഡോസർ രാജിനെതിരെ പലതവണ സുപ്രീം കോടതി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ ഇരുന്നപ്പോൾ BR ഗവായ് പറഞ്ഞത്. കേന്ദ്ര സർക്കാരിന്റെ സംഘപരിവാർ മുഖമാണ് ബുൾഡോസർ രാജിലൂടെ പുറത്തു വന്നത്. ന്യൂനപക്ഷ സമുദായ അംഗങ്ങളെയും തങ്ങൾക്ക് നേരെ നിൽക്കുന്നവരെയും ബുൾഡോസർ കൊണ്ട് നേരിടുകയാണ് ഇതിലൂടെ BJP ചെയ്യുന്നത്. യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UPയിലാണ് ബുൾഡോസർ രാജിന്റെ തുടക്കം. പിന്നാലെ നോർത്ത് ഇന്ത്യയിൽ ഡൽഹിയിലടക്കം BJP ബുൾഡോസർ രാജ് പരീക്ഷിക്കുകയായിരുന്നു. ഈ കിരാത നടപടിക്കെതിരെയാണ് ചീഫ് ജസ്റ്റിസ് ആഞ്ഞടിച്ചത്. BR ഗവായിയുടെ പരാമർശം സംഘപരിവാറിനെ അസ്വസ്ഥമാക്കിയിരുന്നു. സുപ്രീം കോടതിക്കുള്ളിൽ വെച്ച് ചീഫ് ജസ്റ്റിസിനെതിരെ നടന്ന ആക്രമണം അതാണ് സൂചിപ്പിച്ചത്. മൗറീഷ്യസ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പ്രഭാഷണത്തിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ബുൾഡോസർ രാജിനെ ചീഫ് ജസ്റ്റിസ് വിമർശിച്ചത്. ജസ്റ്റിസിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഒരു കാര്യം നിയമവിധേയമാക്കിയതുകൊണ്ട് മാത്രം നീതി കിട്ടിയെന്ന് പറയാനാകില്ലെന്നതിന് ചരിത്രത്തിൽ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. അടിമത്തം മുതൽ ആദിവാസികളെ ലക്ഷ്യമിട്ടുള്ള കൊളോണിയൽ നിയമങ്ങൾ വരെ അതിന് ഉദാഹരണമാണ്. നിയമവാഴ്ച എന്നത് ഒരു കൂട്ടം നിയമങ്ങൾ മാത്രമല്ല, തുല്യതയും അന്തസ്സും ഉയർത്തിപ്പിടിക്കാനും വ്യത്യസ്തവും സങ്കീർണവുമായ സമൂഹത്തിൽ ഭരണത്തിന് മാർഗനിർദ്ദേശമേകാനുമുള്ള ധാർമ്മികമായ ചട്ടക്കൂടാണതെന്നും ചീഫ് ജസ്റ്റിസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. കുറ്റകൃത്യങ്ങളിൽ പ്രതികളായവരുടെ വീടുകൾ തകർത്തുകളയുന്ന ബുൾഡോസർ നീതിക്കെതിരെ 2024 താൻ ഇറക്കിയ വിധിയും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. ഭരണകൂടത്തിന് ജഡ്ജിയുടെ ജോലി നിർവഹിക്കാനാവില്ല. ഇന്ത്യൻ നിയമവ്യവസ്ഥ ബുൾഡോസർ നീതിയിലല്ല, നിയമവാഴ്ചയിൽ അധിഷ്ഠിതമാണ്. എല്ലാ സാഹചര്യത്തിലും യോജിക്കുന്ന ഒരൊറ്റ ഫോർമുലയായി നിയമവാഴ്ചയെ പരിഗണിക്കാനാവില്ല. ഓരോ സമൂഹത്തിനും അതിൻ്റെതായ പാരമ്പര്യവും കാഴ്ചപ്പാടുകളും ഉണ്ടെന്നും അന്ന് ഗവായ് പറഞ്ഞിരുന്നു. ആ നിലപാട് വീണ്ടും ആവർത്തിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ യുദ്ധപ്രഖ്യാപനമാണ് ചീഫ് ജസ്റ്റിസ് നടത്തുന്നത്.